നമ്മുടെ ലൈഫിലെ ഓരോ ദിവസവും ഏറ്റവും നല്ല ദിവസമായിട്ട് മാറ്റണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കറിയാം. അതിനകത്ത് അഫർമേഷൻസ് വരും, എക്സസൈസ് വരും, അല്ലെങ്കിൽ ജേർണലിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട്, നല്ല പവർഫുൾ ആയിട്ട്, എനർജറ്റിക് ആയിട്ട് ഒരു കംപ്ലീറ്റ് ഡേ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെയുള്ള ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഒരു പവർഫുൾ മോർണിംഗ് റുട്ടീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു അല്പം നേരത്തെ എഴുന്നേൽക്കണം. പൊതുവിൽ നമ്മൾ ലൈഫ് ഭയങ്കര ബിസി ആയത് കാരണം ഒരുപാട് ലേറ്റ് നൈറ്റ് ആയിരിക്കും നമ്മൾ ഉറങ്ങുന്നത്, രാവിലെ വളരെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഹാബിറ്റ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ അല്ലെങ്കിൽ ലേസിനെസ് ഒക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. പറ്റുമെങ്കിൽ രാവിലെ ഒരു 5 മണിക്കെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കും. സമയമില്ല എന്നുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇതിലൂടെ സാധിക്കും. സിറ്റ് ഇൻ സൈലൻസ് ബിഫോർ എനിത്തിങ് എൽസ്. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, എന്താണ് ഞാൻ രാവിലെ ചെയ്യുന്നത്? ആദ്യം ചെയ്യുന്ന പൊതുവിലുള്ള ആളുടെ മെജോറിറ്റിയും ചെയ്യുന്ന കാര്യം ഫോൺ എവിടെയാണ് എന്ന് തപ്പിപ്പിടിച്ച് അതിലേക്ക് നോക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ലൈഫ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടും ഓരോ ദിവസവും ഏറ്റവും നമ്മുടെ ലൈഫിലെ നല്ലതും ആക്കി മാറ്റണമെങ്കിൽ ഒരല്പസമയം സൈലൻസിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഒരിക്കലും ഫോണിലേക്ക് തൊടാൻ പോകരുത്. ഇതാണ് നമ്മളുടെ പവർഫുൾ ആയിട്ടുള്ള ഹാബിറ്റിലെ ഏറ്റവും ആദ്യത്തെ കാര്യം. ആദ്യമൊക്കെ നമുക്കൊരു ഡിസ്കംഫോർട്ട് തോന്നും. ഉണർന്നു കഴിഞ്ഞാൽ ആ ബെഡിൽ ഒരല്പസമയം എഴുന്നേറ്റ് വെറുതെ ഒന്ന് ഇരിക്കുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആ ഒരു ഡേ കംപ്ലീറ്റ് നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ടും അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടും കൊണ്ടുപോകാൻ ഈ ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള സൈലൻസിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനായിട്ടും ഇതിലൂടെ സാധിക്കും. ചെക്ക് ഇൻ വിത്ത് യുവർ തോട്ട്സ്, നോട്ട് വിത്ത് നോട്ടിഫിക്കേഷൻസ്. അതായത് ഒരു അല്പസമയം നമ്മൾ ഒന്ന് സൈലൻസിൽ ഇരുന്നതിന് ശേഷം നമുക്കിടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഒരു ബ്രീഫായിട്ട് വെറുതെ ഇരിക്കുന്ന ആ ഒരു സൈലൻസിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ മനസ്സിൽ ഒരുപാട് സ്ട്രെസ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഒരുപാട് കാണുന്ന തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ നമ്മളെ പോലും അറിയാതെ നമ്മളെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരല്പസമയം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാനായിട്ട് തയ്യാറാവുന്നതിലൂടെ സാധിക്കും. പോസിറ്റീവ് അഫർമേഷൻസ്. നമ്മുടെ ഒരു ദിവസം നമ്മൾ ആദ്യം എഴുന്നേറ്റിരുന്ന് ഒന്ന് സൈലൻസിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന തോട്ട്സ് എന്താണ് എന്ന് അസസ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഡേ കംപ്ലീറ്റ് നല്ല പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ, പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല ടൂളാണ് പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് മോട്ടിവേഷൻ തരുന്ന, നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും എനർജറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന തരത്തിലുള്ള അഫർമേഷൻസ് നമ്മൾ തന്നെ കണ്ടെത്തുക. അത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആവർത്തിച്ച് അങ്ങനെയുള്ള അഫർമേഷൻസ് നമ്മൾ ടൈം കിട്ടുമ്പോഴൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിൽ കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ എന്നും രാവിലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ്, അതായത് ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ദിവസമാണ്, എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള മോട്ടിവേഷൻസ് പറയുന്നത് നമ്മുടെ ലൈഫിൽ സക്സസ് നേടിയെടുക്കാനായിട്ട് സഹായിക്കും. മൂവ് യുവർ ബോഡി വിത്ത് അവയർനെസ്. നമുക്ക് ഒരു നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് വാക്കിങ്ങിന് പോകാനോ ഒന്നും ടൈം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ ജസ്റ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത്. കൈകാലുകളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ തന്നെ ഒന്ന് അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവുമ്പോൾ അത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനും ഒരുപാട് ബെനിഫിറ്റ് തരും എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ ദിവസവും ഒരുപാട് റഷിലല്ലാതെ വളരെ സ്ലോയിൽ തുടങ്ങി വളരെ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് വളരെ ധൃതിയിൽ അന്നത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആകെ സ്ട്രെസ് ആയിരിക്കും. നമുക്ക് ഒരു കാര്യവും ചെയ്തു കഴിയുമ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഒന്ന് മനസ്സിനൊരു സന്തോഷമോ ഒന്നും കിട്ടാത്ത ഒരു ഫീലിംഗ്. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഓരോ ദിവസവും തുടക്കം എന്ന് പറയുന്നത് വളരെ ശാന്തതയോടെയും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലും തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ എല്ലാ കാര്യങ്ങളും വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട്
നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും.